ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമുക്കൊന്ന് ഒറ്റ മൈൻഡായിട്ട് ചാടിക്കാൻ പോയാലോ? അങ്ങനെ ഞങ്ങൾ ഒറ്റ മൈൻഡായിട്ട് ചാടിക്കാൻ പോയത് ആണ് എന്നുണ്ടെങ്കിലും ഞങ്ങൾ ഈ ഒരു കട കണ്ടപ്പോൾ ഞങ്ങളെ പ്ലാൻ ചെറുതായിട്ടൊന്ന് മാറ്റി കണ്ട് കയറിട്ടോ. നമ്മൾ ഓർഡർ ചെയ്തത് ബർഗറും ചിക്കൻ ബൈറ്റ്സും അതുപോലെ തന്നെ മോമോസും ആണ്, ക്രിസ്പി മോമോസും. ആദ്യം ഞാൻ ട്രൈ ചെയ്തത് ചിക്കൻ ബൈറ്റ്സ് ആണ്. സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു കഴിച്ചു നോക്കാൻ വേണ്ടിയിട്ട്. കാരണം ഇവിടുത്തെ ഫുഡൊന്നും എങ്ങനെയാണെന്ന് നമുക്ക് അറിയില്ലല്ലോ. പക്ഷെ നമ്മൾ പേടിച്ച പോലെ ഒന്നല്ല കേട്ടോ, അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ കഴിച്ചത് മോമോസ് ആണ്. സത്യം പറഞ്ഞാൽ ഞാൻ വലിയൊരു മോമോസ് ഫാനൊന്നുമല്ല, പക്ഷെ എന്നാലും എന്ത് കിട്ടിയാലും കഴിക്കും എന്നുള്ളത് കൊണ്ട് ഞാൻ കഴിക്കും. പക്ഷേ എനിക്ക് എന്താ പറയുക, നമ്മളെ സ്റ്റേഡിയം മോമോസിൻ്റെ അത്ര ഒന്നും എത്തില്ലെങ്കിലും അത്യാവശ്യം നല്ലൊരു മോമോസ് തന്നെയായിരുന്നു. ഭയങ്കര ക്രിസ്പി ആയിരുന്നു, പിന്നെ ഉള്ളു ഭയങ്കര ജ്യൂസി ആയിരുന്നു, ഭയങ്കര ചൂടുമായിരുന്നു, നാവ് പൊള്ളി എന്ന് ചുരുക്കം. എന്തായാലും പിന്നെ അടുത്ത നമ്മൾ ട്രൈ ചെയ്ത ബർഗറാണ്. ബർഗർ ഒരു ഓക്കെ ആയിട്ട് മാത്രമേ എനിക്ക് തോന്നിയുള്ളൂ. ഒരു പാറ്റി, പിന്നെ ക്യാപ്സിക്കം ഉണ്ടായിരുന്നു, ഓണിയൻസ് ഉണ്ടായിരുന്നു, അത്ര തന്നെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ സോസും കാര്യങ്ങളൊക്കെ വലിയ വവ്വൊന്നുമല്ല. എങ്കിലും ഇപ്പോൾ നേരത്തെ കൂട്ടം പറഞ്ഞ പോലെ ഒന്നും കിട്ടിയില്ലെങ്കിൽ കഴിക്കാം, കുഴപ്പമില്ല, കുറ്റമൊന്നും പറയാനൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ ആക്കെ കഴിച്ച് ഇറങ്ങിയത് ഡയറക്റ്റ് നമ്മൾ പോയത് എന്താ പറയുക, ചേച്ചിയുടെ ഫ്രൂട്ട്സ് കടയ്ക്കാണ്. നമ്മൾ ഈ ഒരു കടയിൽ നിന്നാണ്, ഈ ഒരു അക്കട കടയിൽ നിന്നാണ് എപ്പോഴും ഫ്രൂട്ട്സ് മേടിക്കാറ്. ഇവിടെ നല്ല ഫ്രഷും അതുപോലെ തന്നെ ഭയങ്കര റീസണബിളും പ്രൈസിലും നമുക്ക് കിട്ടും എന്ന് തോന്നിയിട്ടുണ്ട് കേട്ടോ. പറയാനായിട്ട് തോന്നുന്നു ബംഗർപേട്ട് മുഴുവൻ ഞാൻ കറങ്ങിയിട്ടുണ്ടെന്ന്. അതുകൊണ്ടല്ല, വാങ്ങിച്ചോടം വെച്ചിട്ട് ഇത് കുഴപ്പമില്ലാതെ തോന്നി. പിന്നെ ഇവിടെ സ്വീറ്റ് കോണിനൊക്കെ ഭയങ്കര റേറ്റ് കുറവാണ്, 2 കിലോ 50 രൂപയൊക്കെ ഉള്ളൂ. പിന്നെ നമ്മൾ ഇങ്ങനെ നടന്നു പോകുമ്പോഴാണ് ഓർത്തത് തക്കാളി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തക്കാളി മേടിക്കാൻ വന്നതാണ്. അപ്പം ഞാനിങ്ങനെ ഞെക്കി നോക്കി മേടിക്കുകയാണ് ഗൈസ്. നിങ്ങൾ മണത്ത് നോക്കി തക്കാളി മേടിക്കുന്ന എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? പക്ഷെ ഞാൻ ചെയ്യും, കാരണം നല്ലതാണോ ചീത്തതാണോ എന്ന് തിരിച്ചറിയാനുള്ള കഴിവ് എനിക്കില്ല. സത്യം പറഞ്ഞാൽ എനിക്ക് തക്കാളി മേടിക്കാൻ അറിയില്ല. പക്ഷെ എന്തെങ്കിലുമൊക്കെ കാണിക്കണമല്ലോ, മൂപ്പര് നല്ലത് തന്നെ തരണമല്ലോ, അതിന് വേണ്ടി കാട്ടണം. പിന്നെ ഞാൻ നല്ല നാട്ടു വർത്താനൊക്കെ പറഞ്ഞിട്ടാണ് മേടിക്കുന്നത്. സംഭവം മൂപ്പര് പറഞ്ഞ എനിക്കും ഞാൻ പറയണ മൂപ്പർക്ക് ഒന്നും മനസ്സിലാവണില്ല. പിന്നെ ഞാൻ തമിഴ് പറഞ്ഞപ്പോൾ മൂപ്പര് പറയണ മലയാളമൊക്കെ അറിയില്ലാന്ന്. അങ്ങനെയൊക്കെയാണ് അവസ്ഥ. പിന്നെ നമ്മൾ മലയാളികളാണല്ലോ, എവിടെ ചെന്ന് കഴിഞ്ഞാലും ജീവിച്ചോളും. അതുകൊണ്ട് ആക്ഷനൊക്കെ കാണിച്ച് ഞാൻ അങ്ങോട്ട് മേടിച്ചു, സാധനം കിട്ടി. മൂപ്പരാണെങ്കിൽ 10 രൂപയുടെ തക്കാളി ഉണ്ട്, 20 രൂപയുടെ തക്കാളി ഉണ്ട്, 30 രൂപയുടെ തക്കാളി ഉണ്ട് എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല, 10 രൂപയുടെ തക്കാളി തന്നെ മേടിച്ചു, 1/2 കിലോ. അങ്ങനെ ഞങ്ങൾ തക്കാളിയൊക്കെ തൂക്കി പോവാണ്. പോയിട്ട് നമ്മൾ വീട്ടിലെത്തിയിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂൾ കഴിഞ്ഞ് വന്ന് കഴിക്കുക നമ്മൾ ഇറങ്ങിയത്. അതുകൊണ്ട് അത്യാവശ്യം നല്ല ക്ഷീണിച്ചിട്ടുണ്ട്. പിന്നെ വയറ് നിറച്ച് കഴിച്ചത് കാരണമുള്ളൊരു ഉന്മേഷവും ഉണ്ട്. അങ്ങനെ മേടിച്ച സാധനങ്ങളൊക്കെ അങ്ങോട്ട് ഇറക്കി വെച്ചു. ഇനിയിപ്പോൾ എന്തായാലും ചായ ഒക്കെ കുടിച്ച കാരണം ഇനി ചായ കുടിയൊന്നും ഉണ്ടാവില്ല. ഞാൻ രാത്രിക്ക് എന്തെങ്കിലും ഉണ്ടാക്കണം, പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബൈ.